ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവിടുത്തെ മഹത്വത്താൽ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ദൈവവചന വായനയിലൂടെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും മാനസാന്തരങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് എപ്പിസോഡ് 11, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അധ്യായം 6. യേശു സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു. യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവൻ്റെ വാക്ക് കേട്ട് പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇതെല്ലാം ഇവന് എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനമെന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബിൻ്റെയും യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെയും ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവഗണിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തിയതിന് ശേഷം മറ്റ് അത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. ശിഷ്യന്മാരെ അയക്കുന്നു. അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവനെ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടെ വിട്ടുപോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവിൻ. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയും നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയും ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുതപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6 എപ്പിസോഡ് 11 യേശു എന്ത് പറഞ്ഞു, യേശു എന്ത് ചെയ്തു എന്ന് നമുക്കിപ്പോൾ ധ്യാനിക്കാം. നമ്മൾ തുടർച്ചയായിട്ട് അത് നമ്മുടെ നോട്ട് ബുക്കിൽ കുറിച്ചു വയ്ക്കുകയും ചെയ്യുന്നു. 6:1 യേശു എന്ത് ചെയ്തു? സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. 6:4 യേശു എന്തു പറഞ്ഞു? സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. 6:7 യേശു എന്തു ചെയ്തു? അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. യേശു എന്തു പറഞ്ഞു? 6:8 നമുക്ക് വടിയല്ലാതെ, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കുക, 2 ഉടുപ്പുകൾ ധരിക്കരുത്. ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ട് പോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവിൻ. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിച്ച ഈ ദൈവവചനത്തിൽ നിന്ന് എപ്പിസോഡ് 11 പ്രവേശിക്കുമ്പോൾ യേശു എന്ത് പറഞ്ഞു, യേശു എന്ത് ചെയ്തു എന്ന് ധ്യാനിക്കുകയും നോട്ട് ബുക്കിൽ നമ്മൾ അത് എഴുതി വയ്ക്കുകയും ചെയ്യുമ്പോൾ വലിയ വിടുതൽ, പാപത്തെ ചെറുത്തു നിൽക്കാനുള്ള ശക്തി, കണ്ണിന് കാഴ്ചയും ചെകിടന് കേൾവിയും ഊമന് സംസാരശക്തിയും ശിരസ് മുതൽ കാൽപാദം വരെ
അവിടുന്ന് ദൈവവചനത്താൽ കഴുകി വിശുദ്ധീകരിക്കുന്ന വലിയ അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. സിസ്റ്ററോട് കൂടെ വായിക്കുകയും ഈ ചാനലിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിക്കട്ടെ. കൃപയ്ക്ക് മേൽ കൃപ ചൊരിയട്ടെ. ദൈവവചന ശക്തി നിറയട്ടെ. ആമേൻ.